ഇന്നലെ എൻ്റെ അനിയത്തിനോട് ഇങ്ങനെ ചർച്ച ചെയ്ത സമയത്ത് ക്ലാസ്സിലെ കുട്ടികൾ അധികവും ഓറ പോകുമെന്ന് പറഞ്ഞിട്ട് മുന്നിലേക്ക് കടന്നു വരാത്ത കുറേ സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞു. ഓറ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡാണ്. അപ്പോഴത്തെ കുറേ ഒരു ടേമാണ്. സ്റ്റാൻഡേർഡ് പോകുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉൾവലിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. സ്വയം ഇൻട്രോവേർട്ടാണ് എന്ന് ലേബൽ അടിച്ച് ഉൾവലിഞ്ഞിരിക്കുന്ന, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന്, ബാധ്യതകളിൽ നിന്ന്, കടമകളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു സമൂഹം സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു സ്വയം അവബോധം, ഒരു സെൽഫ് അവയർനെസ് വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമാണോ, അതോ അവരുടെ തന്നെ വളർച്ച മുരടിപ്പിക്കുന്ന ഒരു അവസ്ഥയാണോ? അവരെ വളർത്തുകയാണോ യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ അവരെ തളർത്തുകയാണോ ഇത് എന്നതാണ് ചോദ്യം. നൗറിനോടാണ്. ഇന്നത്തെ ഒരു യുവതലമുറേനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മാനസിക ആരോഗ്യത്തിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ പഴയ തലമുറയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഓരോ ടേംസിനെ കുറിച്ചൊക്കെ നോളജ് ഉണ്ട്. അതായത് ഇൻട്രോവേർട്ടാണ് ഞാൻ, അല്ലെങ്കിൽ എനിക്ക് ADHD ഉണ്ട്, ഡിപ്രഷൻ ഉണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇങ്ങനെയുള്ള സെൽഫ് അവെയർനെസ്സും കാര്യങ്ങളൊക്കെ കുട്ടികളെ വളർത്തുകയാണോ അതോ തളർത്തുകയാണോ എന്നുള്ളത്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക, മാനസിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കാണേണ്ട ഒന്നാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ്. പക്ഷേ അതിനൊരു തമാശയായിട്ട് നമ്മളത് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. അപ്പം ഇന്നത്തെ തലമുറനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ ഇമോഷൻസ് കൂടുതലായിട്ടും എക്സ്പ്രസ് ചെയ്യുന്ന ആളുകളാണ്. എനിക്ക് വിഷമമാണ് വരുന്നത്, എനിക്ക് സങ്കടമാണ് വരുന്നത്, അല്ലെങ്കിൽ സന്തോഷമാണ് ഞാൻ ഈ സമയത്ത് ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ ഒരു ഓപ്പണായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു തെറാപ്പി, ഒരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റിനെ അവർ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവർ ഓപ്പണായിട്ട് സംസാരിക്കുന്നുണ്ട്. തെറാപ്പി എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് അവർ ഓപ്പണായി സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറേ പോസിറ്റീവ് സൈഡ്സ് അവരിൽ കാണുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, ഇസ്ലാം തന്നെ പറയുന്നുണ്ട് മുഹാസബ എന്ന് പറയുന്ന ഒരു വേർഡ്, അതായത് സെൽഫ് റിഫ്ലക്ഷൻ എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അതായത് നമുക്കുള്ളിലുള്ള എന്താ പറയുക പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഒക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആരാന്നുള്ളത് മനസ്സിലാക്കി എടുക്കുകയാണ് എന്തെന്ന് പറയുന്നത് സെൽഫ് റിഫ്ലക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്നത്തെ തലമുറയെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു സെൽഫ് റിഫ്ലക്ഷൻ കൂടുതലായിട്ട് കൂടിയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ പല സിറ്റുവേഷൻസിലും കുട്ടികൾ ഉൾവലിഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ലേബിളുകൾ, അതായത് ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, ആങ്സൈറ്റി എന്നുള്ള ലേബലുകൾ ഉപയോഗിച്ചിട്ട് അവർ പല സാധനങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഷാദിയ പറഞ്ഞ പോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും കൂടുതലായിട്ട് കുട്ടികൾ ടേക്ക് കെയർ ചെയ്യുന്നില്ല എന്നുള്ളൊരു സംഭവമൊക്കെ. ഇത് ശരിക്കും ലേബലിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ആണ്. അതായത് ഞാൻ ഇൻട്രോവേർട്ട് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആളുകളോടായിട്ട് സംസാരിക്കില്ല, ഞാനൊരു സ്റ്റേജിൽ കയറുന്നത് സംസാരിക്കില്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് ആങ്സൈറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക ഒരു പൊതുസ്ഥലത്ത് നിന്ന് സംസാരിക്കാൻ എനിക്ക് ഭയമാണ്, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ ഭയമാണ് എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്നത്. ഇതേപോലെ ഒരു കേസ് തന്നെയാണ് ഇൻട്രോവേർട്ടിൻ്റെ കേസുകൾ. അതായത് ചിലപ്പോൾ കുട്ടിക്ക് അതായത് ഇപ്പോൾ കോവിഡിനൊക്കെ ശേഷം ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതാണ്, കുട്ടികൾക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ആ ഒരു സാധനം ഭയവും കാര്യങ്ങളും ഷൈനെസ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പം ഇൻട്രോവേർട്ട് ആണെന്ന് പറയുന്ന ഒരു ലേബൽ കൊണ്ട് ഈ കുട്ടീനെ അവിടെ എന്താ ശരിക്കും ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻട്രോവേർട്ട് ആണെന്ന് പറഞ്ഞിട്ട് ശരിക്കും ആ കുട്ടിക്കുള്ള ആങ്സൈറ്റി അല്ലെങ്കിൽ ആ കുട്ടിക്കുള്ള ഷൈനെസ് ഒക്കെ മറച്ച് വെച്ചിട്ട് ഇൻട്രോവേർട്ടാണ് ഞാൻ, ഇത് ഞാൻ ചെയ്യില്ല എന്നുള്ളൊരു സംഭവം കോമൺ ആയിട്ട് കാണുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഇഷ്യൂസാണ് ഞാനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് സോഷ്യൽ മീഡിയേൻ്റെ ഒരു പ്രധാന പങ്കുണ്ട് ഈ ഒരു സംഭവത്തിൽ, ലേബലിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ. അതായത് കുട്ടികൾ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാമിൽ ഓരോ റീൽസും അതേപോലെ തന്നെ വീഡിയോസും ഒക്കെ കണ്ടിട്ട് കുട്ടികൾ കൂടുതലായിട്ട് സെൽഫ് ഡയഗ്നോസ് ചെയ്യുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. സെൽഫ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ക്രൈറ്റീരിയ ഉണ്ടാവും. മാനസിക ആരോഗ്യം അല്ലെങ്കിൽ മാനസിക രോഗത്തിന് പല ക്രൈറ്റീരിയാസ് ഉണ്ടാവും. ആ ക്രൈറ്റീരിയാസ് വായിച്ച് നോക്കിയിട്ട് ഇന്ന സാധനം ഉണ്ട്, ഡിപ്രഷൻ്റെ ഈ ക്രൈറ്റീരിയ എനിക്കുണ്ട്, ഇന്ന സാധനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരെന്നെ ഡയഗ്നോസ് ചെയ്യുന്ന ഒരു അവസ്ഥ കാണപ്പെടുന്നുണ്ട്. ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. കാരണം ഒരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റോ പറഞ്ഞ് മനസ്സിലാക്കി കുറേ അസസ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ആണ് ഒരാൾക്ക് ഡിപ്രഷനാണ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അതൊന്നും നടക്കുന്നില്ല. യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എനിക്ക് ഡിപ്രഷനാണ്, ഞാൻ ഇൻട്രോവേർട്ട് ആണെന്ന് പറഞ്ഞിട്ട് കുട്ടി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ലേബൽ ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഫാമിലി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് കുട്ടിയായിട്ട് ഇൻട്രാക്ട് ചെയ്യുക.
ഡെയിലി കമ്മ്യൂണിക്കേഷൻസ് വരുത്തുക. അപ്പോൾ നമ്മൾ പറയും ഡിന്നർ ടേബിൾ കോൺവെർസേഷൻ എന്നൊക്കെ പറയും അല്ലേ. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുട്ടികളുമായി ഒരുമിച്ചിരുന്നിട്ട് പാരൻസ് രണ്ടുപേരും ഉപ്പയും ഉമ്മയൊക്കെ ഒരുമിച്ചിരുന്നിട്ട് ഇന്ന് അവരുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്ന് അവരെ കൊണ്ട് ചോദിക്കുക. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കുക. അപ്പോൾ അവർ പറയുകയാണ് എനിക്ക് ആങ്സൈറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇൻട്രോവേർട്ടഡ് ആണ്, അങ്ങനെ എനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ആവശ്യമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലും ആയിട്ട് അല്ലെങ്കിൽ അവരെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പാരൻസ് മുതിർന്ന് നിൽക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അവരെ കുറച്ചും കൂടെ സേഫറാക്കി വെക്കും എന്നുള്ളതാണ്. അപ്പം ഈ നേരത്തെ പറഞ്ഞ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇത് ഈ ഇങ്ങനെയുള്ള ലേബിൾസും കാര്യങ്ങളൊക്കെ കുട്ടികളെ ഗ്രോത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെൽഫ് റിഫ്ലക്ഷന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവാണ്. പക്ഷേ അത് കുട്ടികളുടെ ഗ്രോത്തിനെ തടയുകയാണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവായിട്ടും എഫക്റ്റ് ചെയ്യുമെന്നുള്ളതാണ്.